നൂബിയയുടെ റെഡ് മാജിക് നോവ ഗെയിമിംഗ് ടാബ്ലറ്റ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ് മാജിക് നോവ ഗെയിമിംഗ് ടാബ്ലറ്റ് എന്നുള്ള ടാബിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 10.9 ഇഞ്ചിൻ്റെ 2.8K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 2880x1800 ആണ്. പിന്നെ LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ടാബ്ലറ്റ് 41,800 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ അമോലെഡ് ഡിസ്പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെ എന്നുള്ളൂ. LCD പാനൽ എന്നുള്ളത് ഓക്കെയാണ് ടാബിളുടെ കാര്യത്തിൽ. ഫോണുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അമോലെഡ് ഡിസ്പ്ലേ ആണ് മിനിമം എക്സ്പെക്ട് ചെയ്യുന്നൊരു കാര്യം. പക്ഷേ ടാബിളുടെ കാര്യത്തിൽ LCD ഡിസ്പ്ലേ എന്നുള്ളത് ഓക്കെയാണ്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 840 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. വളരെ കൂടിയ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഗെയിമിംഗ് ടാബ്ലറ്റ് ആയതുകൊണ്ട് തന്നെ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 550 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. എന്നാലും കൂടി ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു ടാബിൻ്റെ വെയിറ്റ് വരുന്നത് 520 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.3 mm ആണ്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ലീഡിംഗ് എഡിഷൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സറിൻ്റെ ഒരു ഓവർക്ലോക്ക് ചെയ്തിട്ടുള്ള വെർഷനാണ്. മികച്ച പെർഫോമൻസിന് ഇത് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മികച്ചൊരു ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടാബായിരിക്കും ഇത്. പിന്നെ ടാബിൻ്റെ ബേസ് വേരിയൻറ്റിൽ 12 GB റാമും 256 GB ഇൻറ്റേർണലും ആണ് വരുന്നത്. 16 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5Xൻ്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ ടാബ് പെട്ടെന്ന് ഹീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നാനുലാർ കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂളിങ്ങിന് വേണ്ടിയിട്ട് കുറേ ഫീച്ചേഴ്സും ഇതിൽ എക്സ്ട്രാ വരുന്നുണ്ട്. ഇത് കൂടാതെ 2000 RPM കറങ്ങുന്ന ഒരു ഫാനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ക്വാഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. DTS:X അൾട്രയുടെ സൗണ്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടാബിൻ്റെ പിന്നിൽ 50 MP ഒരു ക്യാമറ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 20 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ടാബുകളുടെ കാര്യത്തിൽ ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഓക്കെയാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 10,200 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ കൊടുത്തിട്ടുണ്ട്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ മികച്ചൊരു ചാർജിങ് സ്പീഡും ഈ ടാബിൽ വരുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. അപ്പോൾ മികച്ചൊരു ബാറ്ററി സെറ്റപ്പും ഈ ടാബിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലാണ് ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് $499 എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 41,800 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം മികച്ച ഫീച്ചേഴ്സാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. എടുത്തു വരേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഒരു പ്രോസസ്സർ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ. അതുപോലെ തന്നെ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള മികച്ച കൂളിംഗ് സിസ്റ്റവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഇതുപോലുള്ള പല കാര്യങ്ങളും വരുന്നുണ്ട്. നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട്. ബാക്കി ഫീച്ചേഴ്സും തിരക്കില്ലാത്ത ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്. ഇത് പ്രൈസ് റേഞ്ചിൽ ഇത് മികച്ചൊരു ടാബ്ലറ്റ് ആണ് എന്ന് പറയാവുന്നതാണ്, പ്രത്യേകിച്ച് ഒരു ഗെയിമിംഗ് ടാബ്ലറ്റ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പോഴേ ലോഞ്ച് ഉള്ളൂ. അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. നൂബിയ അവരുടെ ടാബുകളൊന്നും ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാറില്ല. ഗ്ലോബൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാറുണ്ടെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിൽ അധികം ലോഞ്ച് ചെയ്യാറില്ല. റെഡ് മാജിക് സീരീസിൽ വരുന്ന ഗെയിമിംഗ് ഫോണുകൾ മാത്രമാണ് അവർ ഇന്ത്യൻ മാർക്കറ്റിൽ പൊതുവേ ലോഞ്ച് ചെയ്യാറ്. ഇനി ചിലപ്പം ലോഞ്ചും ചെയ്തേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്തായാലും നൂബിയയുടെ നോവ ഗെയിമിംഗ് ടാബ്ലറ്റ് എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മികച്ച ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു ടാബാണ് ഇത് എന്നൊക്കെ പറയാവുന്നതാണ്. എന്തായാലും ഈ ഒരു ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.